പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. കേരള കലാമണ്ഡലത്തിൽ ഒക്ടോബർ 1 നടക്കുന്ന ഗുരുചിന്നമ്മു അമ്മ കോംപ്ലക്സ് ശിലാസ്ഥാപന ചടങ്ങിനായി തയ്യാറാക്കിയ വിളംബര പത്രികയിൽ വള്ളത്തോളിന്റെ ഫോട്ടോ ഇല്ല. കേരള കലാമണ്ഡലം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വള്ളത്തോളിനെ ഒഴിവാക്കി ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രോഗ്രാം നോട്ടീസ് പുറത്തിറക്കുന്നത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ MP കെ രാധാകൃഷ്ണനും പങ്കെടുക്കുന്നുണ്ട്. കേരള കലാമണ്ഡലത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും ഇറക്കുന്ന നോട്ടീസുകളിൽ വള്ളത്തോളിൻ്റെ ഫോട്ടോ മുകളിൽ തന്നെ വയ്ക്കാറുണ്ട്. അടുത്തിടെയായി കലാമണ്ഡലം വള്ളത്തോളിനെ അവഗണിക്കുന്നതായി കലാകാരന്മാർ തന്നെ ആരോപിക്കുന്നുണ്ട്. കലാമണ്ഡലത്തിൽ പ്രവേശിക്കുമ്പോൾ വള്ളത്തോളിനെ വന്ദിച്ചു വരാൻ പാകത്തിൽ പണി കഴിപ്പിച്ച പ്ലാറ്റിനം ജൂബിലി കവാടം ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. 15 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച രംഗകലാ മ്യൂസിയം കഴിഞ്ഞ 8 വർഷമായി ഭാർഗവി നിലയമായി കിടപ്പാണ്. സാംസ്കാരിക മന്ത്രിയും MP-യും ഇക്കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് കലാകാരന്മാരുടെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.